ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷിംഗ് റോഡ് ഹോൾഡർ ആണ്. നമ്മൾ ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. 1000 റുപ്പീസിന്റെ അടുത്താണ് ഫിഷിംഗ് റോഡ് ഹോൾഡർ എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ യൂസ് ചെയ്യുന്നത് 2 സ്റ്റിക്കുകളാണ്. ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു DIY പ്രൊജക്റ്റ് ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഹുക്സ് ഇല്ലേ, അത് വെച്ച് ഇതില് ഫിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഫിഷിംഗ് റോഡ് ഹോൾഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ 2 ഈക്വൽ സൈസുള്ള സ്റ്റിക്സ് എടുത്തു. അതിന് ഹോൾസ് ഒക്കെ ഇടണം. പിന്നെ അതിന് സൈഡിൽ ചുമരുമ്മ വെക്കാൻ വേണ്ടിയിട്ട് 2 സപ്പോർട്ടിങ് ആയിട്ട്, അപ്പോൾ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചെറിയൊരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഹുക്സുകൾ ഇപ്പൊ തൽക്കാലം ഇല്ല അത്ര, നമ്മുടെ 3-4 ഹുക്സുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഒരേ സൈസ് വരുന്നത് ആ ഹുക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 സ്ക്രൂ എടുത്തിട്ടുണ്ട് ചുമരുമ്മ നമുക്ക് വാളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കൂടി വന്നാൽ ഒരു 50 റുപ്പീസിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ 100 റുപ്പീസിന്റെ ഉള്ളിലോ നമുക്കൊരു ഫിഷിംഗ് റോഡ് ഹോൾഡർ DIY ചെയ്തുണ്ടാക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് വേണമെങ്കിൽ ഇത് പെയിന്റ് ചെയ്തിട്ട് അവസാനം പെയിന്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ട് ഇത് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു DIY പ്രോജക്റ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത്. 2 സ്റ്റിക്സ് സെയിം സൈസിലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 4 പീസസ് ആക്കിയിട്ട് ഒരു ചെറിയ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഹുക്സുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഡിഫറെൻറ്റ് സൈസ്. ഈ സൈസ് ആണെങ്കിൽ തന്നെയും ഇത് ക്ലിയർ ആയിട്ട് ആ റോഡ് ഉള്ളിൽ കയറുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് വലുത് വാങ്ങിച്ചിട്ട് അത് ഫിക്സ് ചെയ്യാവുന്നുള്ളൂ. ജസ്റ്റ് നട്ട് ആൻഡ് ബോൾട്ട് പോലെയാണല്ലോ, അത് സ്ക്രൂ റിലീസ് ചെയ്ത് നമുക്ക് വേറെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഹോൾസ് ഡ്രില്ല് ചെയ്യുക. ഈക്വൽ സൈസിൽ എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അളവ് നോക്കിയിട്ട് നമുക്ക് ഹോൾസ് ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹോൾസ് ഡ്രില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോള് ഡ്രില്ല് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മാർക്കിങ് ചെയ്യാണ്. കറക്റ്റായിട്ടുള്ള അളവ് വെച്ച് മാർക്കിങ് ചെയ്തിരിക്കുകയാണ്. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് ഫസ്റ്റ്, അതിനുശേഷം ജസ്റ്റ് ഹോൾ ചെയ്ത് ചെറുതായിട്ട് ഹോൾ ചെയ്തിട്ട് മാർക്കിങ് ചെയ്യുന്നു. അതിനുശേഷം ഫുൾ ഹോൾ ചെയ്യും. നമ്മള് ഈ സ്റ്റിക്കിന്, നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ടുള്ള സ്റ്റിക്കിന് നമ്മൾ കറക്റ്റ് അളവുകളിൽ ഓരോ 2 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഹോൾസ് ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഡിപ്പെൻഡ്സ് ഓൺ. നമ്മൾ റീല് വെക്കുകയാണെങ്കിൽ, ഇതിന്റെ കൂടുതൽ റീല് വെക്കാനും ആഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് നിങ്ങൾക്ക് എത്ര അളവിലാണ് വേണ്ടതെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ആ ഹോൾസ് 2 സ്റ്റിക്കിനും ഒരേപോലെ അളവിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോ സ്റ്റിക്സിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് 1 2 3 4 5 6 7 8 10 9 ഹോൾസ് ആണ് വരുന്നത്. 9 വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് താല്പര്യം വരുന്നത്, എത്ര ഗ്യാപ്പാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നനുസരിച്ച് നിങ്ങൾ അതിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഹുക്സ്, ഇതിൻ്റെ പേര് എക്സാക്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കുന്ന ഹുക്സ് എന്നുള്ള പോലെയാണ് എനിക്ക് കേൾക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഹുക്സ് വെച്ചിട്ട് നമുക്ക് ഇതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഹോൾസിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഈസി ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇതവിടെ ഇരിക്കും ഇങ്ങനെ. ബേസിക്കലി ഐഡിയ ഇത് ഇങ്ങനെ വെക്കാനും, ഇവിടെ എൻ്റെ കയ്യിലൊരു ചെറിയ ഹുക്കാണുള്ളത്. ആ ചെറിയ ഹുക്ക് ഇങ്ങനെ ഇത്തിരി ലൂസാണ്, അതിവിടെ കുറച്ചൊരു നൂല് എന്തെങ്കിലും ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. അപ്പം ഇവിടെ നമുക്ക് റോഡ് വെക്കാൻ പറ്റും. ഇത് ഡിസ്റ്റൻസ് ഒരു വോളിൽ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ ഡിസ്റ്റൻസിൽ നമുക്ക് റോഡ് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ ഇരിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാതും ഫിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഹുക്സുകൾ വെക്കുകയാണ്. ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഹുക്സുകൾ വെക്കുന്നു. തൽക്കാലം നമ്മൾ 3 വെക്കണുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ 3 ചെറിയ ഹുക്സുകളുണ്ട്, പക്ഷെ വലിയ ഹുക്ക് ആകെ 3 ഉള്ളൂ. അപ്പം നമ്മൾ 3 വെക്കണുള്ളൂ തൽക്കാലം. നമുക്ക് എത്ര വേണം വെക്കാം. നമ്മൾ ഹോൾസുകൾ കുറച്ച് മുകളിലിട്ടുണ്ട്. ഇതിൽ തൽക്കാലം 3 വെക്കണം. ഇതിൽ നമ്മൾ ഹുക്സ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് വാളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടേ. പക്ഷെ അതിന് മുൻപ് ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഈ ജെ ഹുക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഹുക്സ് എന്ന് പറയുന്ന ഇത് കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അത് റോഡ് കറക്റ്റായിട്ട് ഉള്ളിൽ കയറിയിരിക്കും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈസിനനുസരിച്ചുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണത്. ഇനി നമുക്കത് വാളിൽ ഫിക്സ് ചെയ്യാം. നമ്മൾ വാട്ടർമാർക്കൊക്കെ നോക്കുന്നുണ്ട്. എന്തൊക്കെ വാട്ടർമാർക്ക് നോക്കിയാലും ചെറിയ വളവും ചെരിവൊക്കെ അവിടേക്ക് ഉണ്ടാവും. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. നമ്മൾ നമ്മുടെ ആദ്യത്തെ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ചെറിയൊരു ചെരിവുണ്ട്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് ഫ്രെയിം നമുക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മുടെ ഒരു റോഡും അതിൽ വെച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ എൻ്റെ കയ്യിലാകെ ഒരു റോഡ് ഇവിടെയുള്ളൂ. കൂടുതൽ റോഡുകൾ വരാനനുസരിച്ച് നമുക്ക് മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുൻപ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അവരുടെ ഐഡിയകൾ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. എന്തായാലും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.